വാർത്തകൾ വിശദമായി നോക്കാം. അസമിൽ വ്യോമസേനയുടെ വിമാനം തകർന്ന് 5 ഉദ്യോഗസ്ഥർ മരിച്ചു. പൈലറ്റ് അടക്കം 5 പേരാണ് മരിച്ചത്. ലാൻഡിങ്ങിനിടെയാണ് AN-32 എയർക്രാഫ്റ്റ് അപകടത്തിൽപ്പെട്ടത്. കാർത്തിക് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. കാർത്തിക്, വളരെ ദാരുണമായ ഒരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത് എന്നതിൽ എന്തെങ്കിലും വ്യക്തത ഇപ്പോൾ ലഭിക്കുന്നുണ്ടോ? അനുശ്രീ, അസമിലെ ജോർഹത്ത് എയർബേസിൽ രാവിലെ 10 മണിയോടെയായിരുന്നു അപകടം. അപകടത്തിന്റെ കാരണം ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. എയർഫോഴ്സ് വ്യോമസേന ഇത് സംബന്ധിച്ച് കോർട്ട് ഓഫ് എൻക്വയറി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ അന്വേഷണത്തിന് ഒടുവിലെ എന്താണ് അപകട കാരണം എന്ന് വ്യക്തമാവുകയുള്ളൂ. ഈ വിമാനം ലാൻഡിങ്ങിനിടെ അപകടത്തിൽപ്പെടുകയായിരുന്നു. ലാൻഡിങ്ങിനിടെ നിയന്ത്രണം നഷ്ടപ്പെട്ട് റൺവേയിൽ നിന്ന് തെന്നിമാറിയ വിമാനം തുറന്ന സ്ഥലത്തേക്ക് മാറിപ്പോയി. അവിടെ വെച്ച് തന്നെ ഈ വിമാനത്തിന് തീപിടിക്കുകയായിരുന്നു. ഉടനടി സേനയുടെ അഗ്നിശമന വിഭാഗം സജീവമായി ഇടപെട്ടെങ്കിലും രക്ഷാപ്രവർത്തനം സജീവമായി നടത്തിയെങ്കിലും 5 ഉദ്യോഗസ്ഥരുടെ മരണം സംഭവിച്ചു. പൈലറ്റ് ഉൾപ്പെടെ 5 വ്യോമസേന ഉദ്യോഗസ്ഥരാണ് ഈ അപകടത്തിൽ മരിച്ചത്. കോ പൈലറ്റ് ഗുരുതര പരിക്കുകളോടെ ഇപ്പോൾ ചികിത്സയിലുമാണ്. അപകടത്തിന്റെ കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അതിൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് എന്താണ് അപകട കാരണം എന്ന് വ്യക്തമല്ല. AN-32 എന്ന വ്യോമസേനയുടെ ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റാണ് ഈ അപകടത്തിൽപ്പെട്ടത്. പല തരത്തിലുള്ള മിഷനുകൾക്കും വ്യോമസേന ഉപയോഗിക്കുന്ന ഒരു എയർക്രാഫ്റ്റാണിത്. പ്രത്യേകിച്ച് സിയാച്ചിൻ, ലഡാക്ക് അടക്കമുള്ള സ്ഥലങ്ങളിൽ വ്യോമസേന ആശ്രയിക്കുന്നത് ഈ വിമാനത്തെയാണ്. മാത്രമല്ല ഐലൻഡുകളിൽ, അതായത് ആൻഡമാൻ നിക്കോബാർ, ലക്ഷദ്വീപ് അടക്കമുള്ള സ്ഥലങ്ങളിൽ കാർഗോകൾ എത്തിക്കാൻ ചരക്ക് വിമാനമായി വ്യോമസേന ഈ വിമാനം AN-32 വിമാനം ഉപയോഗിക്കാറുണ്ട്. സുരക്ഷിതം എന്ന് ഇന്ത്യൻ എയർഫോഴ്സ് അവകാശപ്പെടുന്ന ഒരു വിമാനം കൂടിയാണിത്. 40 വർഷം മുൻപ് തന്നെ ഇത് വ്യോമസേനയുടെ ഭാഗമാണ്. ചിലതിൽ 2 എഞ്ചിൻ ഉണ്ടാകും. ഈ അപകടത്തിൻ്റെ കാരണം സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വന്നാലേ വിമാനത്തിൻ്റെ മറ്റ് എഞ്ചിൻ അടക്കമുള്ള കാര്യങ്ങളുടെ എത്ര എഞ്ചിൻ ഉണ്ടായെന്നടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. ട്വിൻ എഞ്ചിൻ എന്നാണ് ലഭ്യമാകുന്ന പ്രാഥമിക വിവരം. എന്തായാലും 40-ലധികം പേർക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന വിമാനത്തിൽ 6 പേർ മാത്രമാണ് ഉണ്ടായിരുന്നത്. 1986 ശേഷം ഈ AN-32 വിമാനങ്ങൾ പല ഘട്ടങ്ങളിലും അപകടത്തിൽപ്പെടുന്നതും പതിവാണ്. ഏതാണ്ട് 22ഓളം അപകടങ്ങൾ ഇതിനോടകം സംഭവിച്ചിട്ടുമുണ്ട്. എന്തായാലും ഇന്ത്യൻ എയർഫോഴ്സ് വിശദമായ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ അന്വേഷണത്തിനൊടുവിൽ മാത്രമേ എന്താണ് അപകട കാരണം എന്ന് വ്യക്തമാവുകയുള്ളൂ. അസമിലെ ജോർഹത്ത് എയർബേസിൽ രാവിലെ 10 മണിക്ക് ലാൻഡിങ്ങിനിടെ AN-32 ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് തകർന്ന് ഉണ്ടായ അപകടത്തിൽ 5 പേർ മരിച്ചിരിക്കുന്നു. ഒരാൾ കോ പൈലറ്റ് ഗുരുതര പരിക്കുകളോടെ ചികിത്സയിലുമാണ്. അനുശ്രീ, ശരി. കാർത്തിക്കാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.